PVC കുഴലിൻ്റെ തൊലിക്കട്ടി അപാരം തന്നെ. പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ സ്വയം പുകഴ്ത്തലെന്ന്. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ചില തട്ടിപ്പുകാരും വെട്ടിപ്പുകാരൊക്കെ ഈ പ്രവർത്തനമെല്ലാം നടത്തിയിട്ട് സ്വയം പറഞ്ഞുകൊണ്ട് കിടക്കും, എന്നെപ്പോലൊരു ഹരിശ്ചന്ദ്രൻ ഈ നാട്ടിലില്ല. അതേപോലത്തെ ഒരു വാചകം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കാനിടയായി. ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് കഴിയുന്നത്ര സുതാര്യത നിലനിർത്താൻ പരിശ്രമിക്കുന്നതും സത്യസന്ധമായും അഴിമതിരഹിതമായും അഴിമതി നടത്താതിരിക്കുക എന്നതിനപ്പുറത്തേക്ക് അഴിമതിക്കെതിരെ പോരാടാൻ മുന്നിട്ടിറങ്ങാൻ പരിശ്രമിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അരുമാന്തപ്പെട്ട ഒരു ഹരിശ്ചന്ദ്രൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട, അതായത് ഈ നാട്ടിലുള്ള മനുഷ്യരെല്ലാം മൂകരും ബധിരരുമാണെന്നാണ് ഈ PVC ഹരിശ്ചന്ദ്രൻ്റെ വിചാരം. സകലതും കുഴലിലൂടെ വാങ്ങിച്ച് പോക്കറ്റിയിട്ട് പലതരത്തിലുള്ള കേസുകൾ, അത് വിജിലൻസ് കേസ് ഉൾപ്പെടെ നേരിടുന്ന ഈ PVC സത്യസന്ധൻ്റെ ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുറച്ച് വാർത്തകൾ മാത്രം കേട്ടാൽ മതി ആ ഡയലോഗുകളെ അന്വർത്ഥമാക്കാൻ. ഇടുക്കി ചിന്നക്കനാലിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തു. ഭൂമി ഇടപാടിൽ ക്രമക്കേടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഭൂമി വാങ്ങിയെന്നാണ് FIR-ൽ പറയുന്നത്. 2012 മുതൽ നടന്ന ഭൂമി ഇടപാടിൽ 21 പ്രതികളാണുള്ളത്. 16-ാം പ്രതിയാണ് മാത്യു കുഴൽനാടനെതിരെ ബാർ കൗൺസിലിന് പരാതി. അഭിഭാഷകൻ റിസോർട്ട് ബിസിനസ് നടത്തിയെന്നാണ് പരാതി. ഇത് അഭിഭാഷകന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമെന്നാണ് ആരോപണം. അഭിഭാഷകനായ CK സജീവാണ് പരാതിക്കാരൻ. പരാതിയിൽ മാത്യു കുഴൽനാടനോട് വിശദീകരണം തേടുമെന്ന് ബാർ കൗൺസിൽ അറിയിച്ചു. മാത്യു കുഴൽനാടൻ MLA-യുടെ പയ്യങ്ങോട്ടൂരിലെ കുടുംബ വീട്ടിലെ ഭൂമിയിൽ ഇന്ന് റവന്യൂ വിഭാഗം റീസർവേ നടത്തുകയാണ്. വിജിലൻസ് ആവശ്യപ്പെട്ടതനുസരിച്ച് രാവിലെ 11 മണിക്കാണ് റീസർവേ നിശ്ചയിച്ചിരിക്കുന്നത്. സ്ഥലത്ത് മണ്ണിട്ട് നികത്തിയതിനെ ചൊല്ലി നേരത്തെ തർക്കവും പരാതിയും ഉയർന്നിരുന്നു. സർവേക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാവശ്യപ്പെട്ട് താലൂക്ക് സർവേയർ മാത്യു കുഴൽനാടൻ MLA-ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതേസമയം കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് മാത്യു കുഴൽനാടൻ MLA-യുടെ മൂവാറ്റുപുഴയിലെ ഓഫീസിലേക്ക് DYFI രാവിലെ 11-ന് മാർച്ച് നടത്തും. മാത്യു കുഴൽനാടൻ ഭൂപതിവ് ചട്ടം ലംഘിച്ചതിന് തെളിവ്. പാർപ്പിട ആവശ്യത്തിനായി അനുമതി നൽകിയ കെട്ടിടം റിസോർട്ടാക്കി മാറ്റി. 2 കെട്ടിടങ്ങളാണ് റിസോർട്ടാക്കി മാറ്റിയത്. ചിന്നക്കനാൽ പഞ്ചായത്ത് മാത്യു കുഴൽനാടന് റിസോർട്ട് ലൈസൻസും നൽകി. പൊളിറ്റിക്സിൽ ഞാൻ കറപ്ഷൻ ആകാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. MLA ആയിട്ട് മത്സരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഭൂമി വെട്ടിപ്പ് നടത്തിയത് അത് അഴിമതിയേ അല്ല. ഞാൻ നടത്തുന്ന ഭൂമി തട്ടിപ്പ് അത് അഴിമതിയുടെ ഗണത്തിൽപ്പെടില്ല. എങ്ങനെ? 50 സെന്റ് സർക്കാർ സ്ഥലം സ്വന്തം നിലയ്ക്ക് അടിച്ചെടുത്ത് വിജിലൻസ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ വാചകമാണ്. അവിടെയും തീർന്നില്ല. നികുതി വെട്ടിപ്പ്, കള്ളപ്പണം, ഭൂപതിവ് ചട്ടങ്ങളുടെ ലംഘനം, അങ്ങനെ തുടങ്ങി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കോപ്പിയടി നടത്തി ഡീബാർ ചെയ്ത ഒരു മഹാനിരുന്ന് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു പീഡന വീര ഇറങ്ങി നിന്നിട്ട് പറയുകയാണ്, ഞാനേ സ്ത്രീകളെ വല്ലാതെ ബഹുമാനിക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്ന അതേ തൊലിക്കട്ടിയിലാണ് ഒരു ഉളുപ്പുമില്ലാതെ ഇന്നിപ്പോൾ രാവിലെ സ്വന്തം സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒരു തള്ളൽ നടത്തിയിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിനെതിരെ ഞാൻ നോട്ടീസ് അയച്ചത്രേ. നോട്ടീസ് അയച്ചുകൊണ്ട് ഇപ്പോൾ അരുൺകുമാറിൻ്റെ മൂക്കങ്ങ് ചെത്തിക്കളയും. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ആഹാ എന്ന് കൈയടിക്കും. എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ ഉടനടി ഞാൻ നോട്ടീസ് അയക്കും. അരുൺകുമാറിനോട് പറയാനുള്ളത് ചുരുട്ടിക്കൂട്ടിയെടുത്ത് ആ ചവറ്റുകൂട്ടയിൽ അങ്ങ് എറിഞ്ഞിരുന്നാൽ മതി. അതായത് കേസില്ലാത്ത വക്കീലാണ്. ഇന്ന് വരെ ദൈവം സഹായിച്ച് നടത്തി ഒരൊറ്റ കേസിൽ ജയിച്ചിട്ടില്ല. അതുകൊണ്ട് ആ നോട്ടീസിന് പുല്ലുവില കൽപ്പിക്കേണ്ടതേ ഉള്ളൂ. കോടതി കയറിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ജഡ്ജിയുടെ കാല് പിടിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ലോ പോയിൻ്റ് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ലോ പോയിൻ്റ് പറയാനൊരു അവസരമുണ്ടായി ഈ നാട് കണ്ടത് തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിലെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോയി ലോ പോയിൻ്റ് പറഞ്ഞതാണ്. അന്ന് തുറപ്പെടുത്ത് അടിച്ചിറക്കി ഹൈക്കോടതി അവിടെ നിന്ന്. അതാണ് കഴിവെന്ന് പറയുന്നത്. അതുകൊണ്ട് നോട്ടീസ് അയച്ചതൊന്നും വലിയ കാര്യമില്ല. അവിടെ കുറേ വെള്ള പേപ്പർ ഇരിപ്പുണ്ടല്ലോ. അതായത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. 2 അഭിഭാഷകരാണ് ഇതുപോലെ ഉള്ളത്. ഒന്ന് ചങ്കരം വക്കീലും മറ്റൊന്ന് PVC കുഴലിനും. അതായത് സുപ്രീം കോടതി ലോയർ എന്നൊക്കെ ഇങ്ങനെ തള്ളി മറിച്ച് വിടും. പക്ഷേ അവിടെ പണിയൊന്നും ഇല്ലാതിരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ കളിച്ചുകൊണ്ടിരിക്കുക, പിന്നെ പണ്ടത്തെ പാറക്കോറകളിൽ നിന്നൊക്കെ മാസപ്പൊടി വാങ്ങുക തുടങ്ങിയ ആചാരങ്ങളിലൂടെ പണം ഒപ്പിച്ച വ്യക്തി ഇന്നിപ്പോൾ ഈ അടിക്കുന്ന ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോൾ നാണവും മാനവും ഉളുപ്പും ഉണ്ടോ എന്ന് മാത്രമേ ഈ നാട്ടുകാർക്ക് ചോദിക്കാറുള്ളൂ. അതായത് PVC കുഴലിലൊരു വിചാരമുണ്ട്, ഞാൻ ഈ കുഴലിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പണികളൊന്നും നാട്ടുകാർ മറന്നു പോകുന്നുണ്ട്, ഓർമ്മിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അടിമുടി ഉടായ്പാണെന്നും അടിമുടി കപടനാണെന്നും ഈ നാട്ടുകാർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് കുറച്ചു മാത്രം വാർത്തകൾ വന്നതിനെ എടുത്ത് നാട്ടുകാരെ ഓർമ്മപ്പെടുത്തിയത്. ഈ മഹാനിരുന്നിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് വർത്തമാനം പറയണമെങ്കിൽ ആ തൊലിക്കട്ടി അപാരം തന്നെട ഊവേ എന്ന് പറയേണ്ടി വരികയാണ്.